നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പെട്ടെന്നൊരു പനിയും ചുമയും വന്ന കാരണം പനി മാറിയെങ്കിലും ചുമ മാറാണ്ട് ആ ഒച്ചയൊക്കെ അടഞ്ഞു പോയി. ഇപ്പോൾ ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. ഇതൊരു ആങ്കറിൻ്റെ ഡ്രോയിങ് ആണ് കേട്ടോ. ഷിപ്പ് ആങ്കറിൻ്റെ ആന വരച്ച് തന്നതാണ്. ആൾ ക്രിസ്മസ് വെക്കേഷനായിട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ടിവിയുടെ മുന്നിലാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നൊന്ന് ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എനിക്കൊരു ഡ്രോയിങ് വേണമെന്ന് പറഞ്ഞതാണ്. കുറച്ച് സമയം എടുത്താണെങ്കിലും നന്നായിട്ട് തന്നെ വരച്ചു തന്നു കേട്ടോ. ഇത് എംസിയിലാണ്. ഞാൻ ഓൺലൈനിൽ 1 kg എംസിയിൽ പർച്ചേസ് ചെയ്തതാണ്. ഇതിനകത്ത് ഇതുപോലെ പാക്കുകളിലാണ് അതിന് റെയ്സിനും ഹാർഡ്നറും വരുന്നത്. ഇത് ലൈറ്റ് കളറിലുള്ളതാണ് റെയ്സിൻ. ഇതുപോലെ തന്നെ ചെറിയ പാക്കിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ഇതാണ് ഹാർഡ്നർ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് എംസിയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും, കട്ടിയാകുകയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് അതായത് എംസിയിൽ മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഡ്രോയിങ് പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ആങ്കർ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിക്ക് ഞാനൊരു പേപ്പർ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ബോർഡ് കൊടുത്തേക്കുന്നത്. അതുമല്ല എനിക്ക് ആങ്കർ വാൾ ഹാങ്ങിങ് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഞങ്ങളിതുണ്ടാക്കുന്നത് ഇപ്പോൾ ഡ്രോയിങ് അയാൻ വരച്ച് തന്നതാണേലും ഞാൻ ഈ ഷിപ്പിൻ്റെ ആങ്കർ ഉണ്ടാക്കുന്നതാണെങ്കിലും ഞങ്ങളുടെ അപ്പായ്ക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ്. അപ്പയ്ക്ക് ഷിപ്പ് ആങ്കർ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. അത് അപ്പയ്ക്ക് ഒത്തിരി ഹാപ്പിനെസ് കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അത്യാവശ്യം ഇതിന് വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഐഡിയ സക്സസ് ആവുന്ന ഒരു ഐഡിയ തന്നെയാണെന്ന് കേട്ടോ. ഞാനിപ്പോഴും ആങ്കർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് ഇനി ഒരു ആങ്കർ ചെയിൻ കൂടെ വരണം കേട്ടോ. അതും ഞാൻ എംസിയിൽ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ആദ്യം ആങ്കർ ഉണ്ടാക്കാൻ മാത്രമാണ് അത് മിക്സ് ചെയ്തെടുത്തത്. ഇപ്പോൾ ആങ്കർ ചെയിൻ ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്തെടുത്തു. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ അത് കട്ടിയായിപ്പോവും. ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക എംസിയിൽ. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതിനകത്ത് സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. വീഡിയോ അപ്പായ്ക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ വന്നു കഴിയുമ്പോൾ സർപ്രൈസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗിഫ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ചുമയുള്ളത് കാരണം ഞാൻ സ്പ്രേ പെയിൻറ് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ബ്ലാക്കും ഗോൾഡും കൂടെയാണ് ഞാൻ പെയിൻറ് ചെയ്തേക്കുന്നത്. ഒരു ആൻറ്റിക് ലുക്കിന് വേണ്ടി ഫിനിഷിംഗ് ഒന്നും നന്നായിട്ട് കൊടുത്തിട്ടില്ല. ആ ബ്ലാക്കും ഗോൾഡും കൂടെ വരുമ്പോഴും അതിനൊരു ആൻറ്റിക് ലുക്ക് വരും എന്നുള്ള ഒരു ഐഡിയയിലാണ് പെയിൻറ് ചെയ്തേക്കുന്നത്. അപ്പായ്ക്ക് കൊടുത്ത് ഇതും അപ്പായുടെ റിയാക്ഷനൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പുതിയ വീഡിയോ വരുന്നത് വരെ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. ബൈ ബൈ.